ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. നമ്മൾ പറയാണ് ഇന്ന് മഴ പെയ്യാനൊരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്താൽ വെള്ളപ്പൊക്കം വരാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഇത് കുഡ് യൂസ് ചെയ്ത് പറയാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തതിൻ്റെ ബാക്കിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷുഡ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ കുഡ് എന്താണെന്ന് പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ കുഡ് എന്ന് പറയുന്നത് നമുക്ക് പോസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. എന്താണ് ഈ പോസിബിലിറ്റി എന്ന് പറയുന്നത്? പോസിബിലിറ്റി എന്ന് പറയുന്നത് സാധ്യത, ഒരു സാധ്യതയെക്കുറിച്ച് പറയാനായിട്ട്, അതായത് ഇന്ന കാര്യം സംഭവിച്ചേക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഴ ഭയങ്കരമായിട്ട് പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടായേക്കാം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്കിങ്ങനെ പറയാം, എക്സ്ട്രീം റെയിൻ കുഡ് കോസ് ഫ്ലഡ്. കുഡ് കോസ് ഫ്ലഡ് എന്ന് വെച്ചാൽ കുഡ് കോസ് ഫ്ലഡ് എന്ന് വെച്ചാൽ ഉണ്ടായേക്കാം, വെള്ളപ്പൊക്കം ഉണ്ടായേക്കാം, ഉണ്ടാകുമെന്നല്ല ഉണ്ടായേക്കാം, ഒരു സാധ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് സാധ്യത കാണിക്കണമെങ്കിൽ കുഡ് എന്ന വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് പാസ്റ്റ് എബിലിറ്റിനെ കുറിച്ച് പറയാനായിട്ട്. എന്താണ് ഈ പാസ്റ്റ് എബിലിറ്റി എന്ന് പറയുന്നത്? അതായത് മുൻപ് എനിക്കൊരു കഴിവുണ്ടായിരുന്നു, പണ്ട് എനിക്കൊരു കഴിവുണ്ടായിരുന്നു. കഴിവ്, ഓക്കെ, എപ്പോഴത്തെ കഴിവാ? പണ്ടത്തെ കഴിവ് അല്ലേ? പണ്ടത്തെ ഒരു കഴിവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടി കുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യും? ഉദാഹരണത്തിന് നാൻസിക്ക് 11 വയസ്സുണ്ടായിരുന്നപ്പോൾ അവൾക്ക് 5 മൈൽ ഓടാൻ കഴിയുമായിരുന്നു. ഇപ്പം കഴിയില്ല. 11 വയസ്സുണ്ടായിരുന്നപ്പോൾ കഴിയുമായിരുന്നു. അതെങ്ങനെ പറയും? നാൻസി കുഡ് റൺ 5 miles when she was 11. നാൻസി കുഡ് റൺ, നാൻസിക്ക് ഓടാൻ കഴിയുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ എന്ത് വേണമെങ്കിലും കഴിയുമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഷീ കുഡ് ഈറ്റ്, അവൾക്ക് കഴിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പണ്ട് ഇന്നൊരു കഴിവുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഇനി സജഷൻ എന്ന് വെച്ചാൽ എന്താ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. സജഷൻ എന്ന് പറയുമ്പോൾ അഭിപ്രായം, എന്തെങ്കിലും ഒരു അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് യു കുഡ് സീ എ മൂവി ഓർ ഗോ ഔട്ട് ഫോർ എ ഡിന്നർ. നിനക്ക് വേണമെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ പുറത്തു പോവാം. അപ്പോൾ ഇവിടെ കുഡ് യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ അഭിപ്രായത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ കുഡ് യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ലിറ്ററലി അല്ല, എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നതിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ കുഡ് എന്നല്ല, പക്ഷേ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് എന്ന് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയാനോ യു ഷുഡ് യൂസ് ചെയ്യണം. ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് യു കുഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ യു കുഡ് സീ എ മൂവി ഓർ ഗോ ഔട്ട് ഫോർ എ ഡിന്നർ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിനക്കൊരു ഡിന്നറിന് ആകാം, അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സിനിമ കാണാൻ പോവാം. ഓക്കെ, അങ്ങനെ കുഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഇനി അടുത്ത യൂസേജ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അപേക്ഷ. എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ പേന ഉപയോഗിച്ചോട്ടെ എന്നെങ്ങനെ പറയും? കുഡ് ഐ യൂസ് യുവർ പെൻ? ഞാൻ നിന്റെ പേന ഉപയോഗിച്ചോട്ടെ. കുഡ് ഐ യൂസ് യുവർ പെൻ? ഇവിടെ കുഡ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡിന് പകരമായിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡിന് പകരമായിട്ട് വരും. കുഡ് ഐ യൂസ് യുവർ പെൻ? ഇനി നിങ്ങൾ അല്പം മാറി നിൽക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് മൂവ്? കുറച്ചൊന്ന് നീങ്ങാമോ, അല്ലെങ്കിൽ അല്പം മാറി നിൽക്കുമോ? കുഡ് യു പ്ലീസ് മൂവ്? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷിക്കണമെങ്കിൽ, ഒരാളുടെ അടുത്ത് ഒരു കാര്യം ചെയ്യാമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ കുഡ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഇംഗ്ലീഷ് മിത്രയുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ബയോയിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ബൈ. English Mitra. Stop worrying, start learning.